ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പുണ്യമാക്കപ്പെട്ട റജബ് മാസം വന്നു കഴിഞ്ഞാൽ സത്യവിശ്വാസികളേറെ പ്രതീക്ഷിക്കുന്നത് റജബിന്റെയും ഷഅബാനിന്റെയും ബറക്കത്താണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. ബറക്കത്തിനെ തേടുക, ബറക്കത്ത് നേടിയെടുക്കുക എന്ന ഒരു അവസരം പുണ്യ റജബിലും ഷഅബാനിലും ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ബറക്കത്ത് എന്ന വാക്ക് നമ്മൾ നിരന്തരം പറയുന്നുണ്ട് എങ്കിൽ പോലും അതിന്റെ അർത്ഥങ്ങളിലേക്കോ ആഴങ്ങളിലേക്കോ നാം ആരും ഇറങ്ങുന്നില്ല എന്നതൊരു വസ്തുതയാണ്. സാന്ദർഭികമായി അതിന്റെ ഒരു അർത്ഥവും ആശയവും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നാം ചെയ്യുന്ന പ്രാർത്ഥനകളിൽ ഒരു വലിയ അനുഭവം നമുക്ക് ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ഇൻഷാ അല്ലാഹ് ബറക്കത്തിന്റെ ഒരു ലഘു വിവരണമാണ് പുണ്യ റജബും ബറക്കത്തും എന്ന ഒരു ശീർഷകത്തിൽ നമ്മുടെ ചർച്ച ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമല് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. നമ്മൾ അറിയണം, ബറക്കത്ത് എന്നത് നിഷേധിച്ച് ഒഴിവാക്കി നിർത്തിയാലും അനിഷേധ്യമായി സംഭവിക്കുന്നതും അനിഷേധ്യമായി നഷ്ടപ്പെട്ടു പോകുന്നതുമാണ്. നമ്മളിലല്ല അതിന്റെ നിയന്ത്രണമുള്ളത്. അങ്ങനെ ഒരു പ്രതിഭാസം ഈ ലോകത്ത് ഉണ്ട്. അതൊരു അനുഭൂതിയാണ്, അത് ആത്മീയമാണ്. ബറക്കത്ത് എന്നതിന് ഇസ്ലാം വ്യക്തമായ കൃത്യമായ ലക്ഷ്യം പറയുന്നുണ്ട്. ഭാഷകൾക്കതീതമായി ഈ പദം എല്ലാ സമുദായങ്ങളിലും ജനകീയമായി കഴിഞ്ഞു. ബറക്കത്ത് എന്നത് മുസ്ലിം അല്ലാത്തവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. ബറക്കത്ത് എന്ന വാക്ക് മുസ്ലിം അല്ലാത്തവർ പോലും പറയും വിധം അത് ജനകീയമായി കഴിഞ്ഞു. റജബ് മാസം ബറക്കത്തിന് വേണ്ടി തേടപ്പെടുന്ന ഒരു മാസമാണ്, ബറക്കത്ത് തേടപ്പെടുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റജബിൽ ബറക്കത്ത് തേടണമെന്നത് പ്രത്യേകമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുമാണ്. നവീന ചിന്താഗതിക്കാർ പലപ്പോഴും ബറക്കത്തിനെ നിഷേധിച്ചതായി കാണുന്നുണ്ട്. അങ്ങനെ ചില പരിഷ്കാരങ്ങളുടെ വർത്തമാനങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ചില ഇടങ്ങളിലൊക്കെ ഉയർന്നു വരാറുണ്ട്. ബറക്കത്ത് എന്ന് പറയുന്നൊന്നും ഇല്ലാന്ന് അവർ പറയും. ഇതൊരു സത്യവിശ്വാസിയുടെ കർണപിടങ്ങളിൽ അത്തരത്തിലുള്ള അബദ്ധം നിറഞ്ഞ വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചിട്ടല്ല, എന്നാലും അതൊരു വസ്വാസിലേക്ക് എത്തി. ബറക്കത്തിന് വേണ്ടി റജബിൽ ദുആരക്കാൻ റസൂലുള്ളാഹി പറഞ്ഞത്. നമ്മൾ ഈ റജബുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ പ്രഭാഷണങ്ങളിലും ക്ലാസ്സുകളിലും ഒക്കെ ആ ദുആ നിരന്തരം പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ അത് സംബന്ധമായ ഹദീസ് കാണാം. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ കാണാം. ഇമാം തൊബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ ഔസത്തിലും ആ ദുആ ആ ഹദീസ് പറയുന്നതായി നമുക്ക് കാണാം. അനസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റജബ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഭാവം അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, റജബ് മാസം വന്നു കഴിഞ്ഞാൽ ഖാല, അല്ലാഹുവിന്റെ റസൂൽ ദുആരക്കാർ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന, അല്ലെങ്കിൽ ബല്ലിഗ്നാ ശഹ്റ റമളാൻ. മറ്റൊരു റിവായത്തിൽ കാണാം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബാരിക് ലനാ ഫീ റമളാൻ. റജബിൽ ബറക്കത്ത് വേണം, ശഅബാനിൽ ബറക്കത്ത് വേണം, വബാരിക് ലനാ ഫീ റമളാൻ, റമളാനിലും ബറക്കത്ത് വേണം. ഇങ്ങനെ ദുആ ഇരുന്നിട്ടുണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിലാണ് ഈ പറയപ്പെട്ട ഉദ്ധരണി നമുക്ക് കൃത്യമായി തന്നെ കാണാം, ഹദീസിലുള്ളതാണ്. അപ്പോൾ ബറക്കത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം തേടുകയും തേടാൻ പറയുകയും ആ ബറക്കത്ത് ഇറങ്ങി വരുന്നു എന്ന അനുഭവം പങ്കുവെക്കുകയും ചെയ്ത ഒരു സമയത്താണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അല്ലാഹു അവന്റെ ബറക്കത്തിൽ നമ്മെ ചേർക്കട്ടെ. എന്താണ് ബറക്കത്തിന്റെ ആശയം? എന്താണ് ബറക്കത്തിന്റെ നിർവചനം? മഹാന്മാരായ സൂഫിയാക്കളിൽ നിന്നും
മഹാനായ ശൈഖ് യൂസുഫ് ഖത്താർ മുഹമ്മദ് എന്നവർ ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയുണ്ട്, ബർക്കത്തിന്റെ ഒരു നിർവചനം. അദ്ദേഹത്തിന്റെ അൽ മൗസൂഅത്തുൽ യൂസുഫിയ്യ ഫി ബയാനി അദില്ലത്തി സുഫിയ എന്ന് പറയുന്ന കിതാബിൽ വളരെ കൃത്യമായി തന്നെ ബറക്കത്ത് എന്നതിന്റെ അർത്ഥവും ആശയവും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ പദത്തിന്റെ ആശയ അർത്ഥ ഭാഗങ്ങളിലേക്കുള്ള ചിന്തകളിലും പഠനങ്ങളിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഈ ഒരു ഉദ്ധരണിയാണ്. അദ്ദേഹം പറയുന്നു, ബറക്കത്തി മആനിൻ ശത്ത. ബറക്കത്ത് എന്ന വാക്കിന് മഹാന്മാരാൽ പല അർത്ഥങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ എല്ലാത്തിന്റെയും ഒരു വളരെ ഹ്രസ്വമായ ഒരു സംക്ഷിപ്തമാണ് അദ്ദേഹം പറയുന്നത്. തഖ്തലിഫു ബിഖ്തിലാഫിൻ സിയാഖുഹാ മിനൽ ആയത്തി അവിൽ ഹദീസ് അവിൽ അസരി അവിൽ മൗദൂഇ. ബറക്കത്തിന്റെ നിർവചനം മഹാന്മാർ പറഞ്ഞത് ആയത്തുകളെയും ഹദീസുകളെയും സ്വഹാബത്തിന്റെ അഭിപ്രായങ്ങളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ അർത്ഥത്തിൽ ബർക്കത്തിന് ഒരു അർത്ഥമുണ്ട്. ഒമിൻ മആനിഹ, അതിൽ നിന്നും അപഗ്രഥിച്ചെടുത്ത ഒരു പ്രധാനപ്പെട്ട അർത്ഥം, ബർക്കത്ത് എന്നതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം അസിയാദ, വർദ്ധനവ് എന്നാണ്. ഇപ്പോ ഒരു വീട്ടിൽ ഒരു പശുവിനെ കറന്ന് പാല് കിട്ടുന്നുണ്ട്. അതിൽ അല്ലാഹു ബർക്കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പാലിന്റെ അളവിൽ വർദ്ധനവ്, അങ്ങനെ പറയാറുണ്ട്. കച്ചവടത്തിൽ കസ്റ്റമർ വരുന്ന ലാഭം ഉണ്ടാവുന്ന അതിൽ വർദ്ധനവ് ബർക്കത്താണ്. അതുപോലെ തന്നെ വളർച്ച ബർക്കത്തിന്റെ മറ്റൊരു അർത്ഥമാണ്. വൽ ഹഖീഖത്തു, യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അന്നൽ ബർക്കത്ത സിർറുൻ ഇലാഹിയ്യൻ വഫൈദുൻ സാദഹുല്ലാഹു തആല വനമ്മാ ബിഹി അഅമാലൽ ബർരി ബിമുലാസമത്തിൽ ഖുർബാത്തിൽ കരീമ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബർക്കത്ത് എന്ന് പറയുന്നത് സിർറുൻ ഇലാഹിയുൻ, അള്ളാഹു തരുന്ന എന്തോ ഒരു രഹസ്യമായ നേട്ടമാണ്. ഒരു രഹസ്യമായ നേട്ടം മാത്രമല്ല, ആ രഹസ്യമായ നേട്ടം കിട്ടിക്കഴിഞ്ഞാൽ അതുവഴി നമ്മുടെ കാര്യങ്ങളിൽ ഒരുപാട് പുരോഗതികൾ ഉണ്ടാവും. ആ രഹസ്യമായ ഇലാഹിയായ നേട്ടം സംഭവിക്കുന്നത് മാന്യമായ ബഹുമാനിക്കപ്പെടുന്നതായ സൽപ്രവർത്തനങ്ങൾ മുഖേനയാ സാധ്യമാകും. ഫകാനത്തുൽ ബർക്കത്തു ബിഹാദാ ഫകാനത്തുൽ ബർക്കത്തു ബിഹാദാ സമറത്തു മിൻ സമറാത്തിൽ അമലിസ് സ്വാലിഹി യുഹഖിഖുല്ലാഹു ബിഹാ അൽ അമാല വയദ്ഫഉ ബിഹാ സുആ. നല്ല നല്ല പ്രവർത്തനങ്ങൾ മുഖേനയാണ് ബർക്കത്ത് സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ നല്ല നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് ബറക്കത്തുണ്ടാകുക വഴി നമുക്ക് വരാനിരിക്കുന്ന ആപത്തുകളെ അള്ളാഹു തടയുകയും നമുക്ക് കിട്ടേണ്ടതായ, നമ്മൾ നേടേണ്ടതായ ആഗ്രഹങ്ങളെ അള്ളാഹു സാധിപ്പിച്ചു തരികയും ചെയ്യുക എന്നത് ബറക്കത്തിന്റെ വഴിയായി ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ അൽ മൗസൂഅത്തുൽ യൂസുഫിയ്യ ഫി ബയാനി അദില്ലത്തി സുഫിയ എന്ന കിതാബിൽ വളരെ വിശാലമായ രീതിയിൽ പറയുന്നുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ബറക്കത്തിനെ കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടായേ പറ്റും. എന്താണോ ഈ ബറക്കത്തിന് എങ്ങനെ നിഷേധിക്കാൻ കാരണം? ഒരുപാട് ആളുകൾ ഇതിനോട് നിഷേധം പുലർത്തുന്നുണ്ട്. തികച്ചും അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ചുള്ള അജ്ഞതയാണ് അതിന്റെ പിന്നിലെന്ന് നമുക്ക് തോന്നാണ്. കാരണം എത്രയോ ഇടങ്ങളിൽ ഖുർആൻ ബറക്കത്ത് ബറക്കത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദരണീയമായ എല്ലാത്തിനും ബറക്കത്തുണ്ട്. അള്ളാഹു ആദരിച്ച എല്ലാത്തിനും ബറക്കത്തുണ്ട്. അത് നബിമാരാവാം, അള്ളാഹു ആദരിച്ച സമയാവാം, സ്ഥലമാവാം, വ്യക്തികളാവാം, ചിന്തകളാവാം, എല്ലാം 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 അള്ളാഹു ആദരിച്ച എല്ലാത്തിനും ബറക്കത്തുണ്ട്. അതാണ് അതിന്റെ ഒറ്റ വാക്ക്. പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ ഈ ബറക്കത്തിനെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. സൂറത്തുൽ മുൽക്കിലെ തുടക്കം തന്നെ നോക്കൂ. ഒന്നാമത് പറയട്ടെ, അള്ളാഹുവിന്റെ ദാത്ത്, അള്ളാഹ് എന്തോ അത് ബറക്കത്താണ്. ഖുർആന പറഞ്ഞത്. പിന്നെ ബറക്കത്തിനെ എങ്ങനെ നിഷേധിക്കാം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് തബാറകല്ലദീ, അള്ളാഹു എത്രയോ ബറക്കത്തുള്ളവൻ. ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സർവ്വ അധികാരങ്ങളും അവന്റെ കയ്യിലേ ഉള്ളൂ. അവന്റെ കയ്യിൽ മാത്രമാണ് സർവ്വ അധികാരങ്ങളും. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആയത്ത് തുടങ്ങിയത് അള്ളാഹു ബർക്കത്തുള്ളവൻ എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തത് അള്ളാഹുവിന്റെ ഇസ്മുകൾക്ക്, അവന്റെ സിഫത്തുകൾക്ക് ബർക്കത്തിന്റെ. ഖുർആൻ പറയുന്നു, തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം.
അള്ളാഹുവിന്റെ ഇസ്മ ബറക്കത്തുള്ളതാണ് എന്ന് ഖുർആൻ. ഇങ്ങനെ എല്ലാം ബറക്കത്തുണ്ടെന്ന് പറയാൻ എത്രയോ ആയത്തുകൾ. ഖുർആൻ ബറക്കത്തുണ്ട്, ഖുർആൻ ബറക്കത്താണ്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകൂ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. സൂറത്തുൽ അൻആം. ഖുർആൻ ബറക്കത്ത്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്. അല്ലാഹു ഇറക്കിയ ഈ പരിശുദ്ധമായ വചനങ്ങൾ അത് ബറക്കത്തുള്ളതാണ്. അല്ലേ? പ്രവാചകന്മാർ ബറക്കത്തുള്ളവരാ. ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال إني عبد الله آتاني الكتاب وجعلني نبيا. തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈസ നബി സംസാരിച്ചത് മഹാനവറുകൾ പറയാ, വജഅലനി മുബാറക. അല്ലാഹു എന്നെ ഒരു ബറക്കത്തുള്ള മനുഷ്യനാക്കിയിട്ടുണ്ട്. അയ്നമാ കൂതു, ഞാൻ എവിടെയാണേലും ഞാൻ ഒരു ബറക്കത്തുള്ള മനുഷ്യനാണെന്ന് അല്ലാഹു എന്നിൽ അത് വെച്ചിട്ടുണ്ട്. അത് മഹാനവറുകൾ തന്നെ പറയാണ്. സയ്യിദുനാ ഈസ അലൈഹിസ്സലാം എല്ലാം നമ്മൾ ആയത്തോതി തന്നെ പറഞ്ഞു. കഅബ ബറക്കത്താണ്. ഇന്ന അവ്വല ബൈത്തി വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽആലമീൻ. മനുഷ്യർക്ക് വേണ്ടി ഭൂമിയിൽ ആദ്യം നിർമ്മിക്കപ്പെട്ട ഗേഹം അത് ലല്ലദീ ബിബക്ക, മക്ക എന്ന ബക്കയിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട ആ ഗേഹമാണ്. മുബാറക്കൻ, അത് ബറക്കത്തുള്ളതാണ്. വഹുദൽ ലിൽആലമീൻ, അത് ലോകത്തുള്ള എല്ലാവർക്കും മതഭേദമന്യേ മാർഗദർശനവുമാണ് എന്ന് ഖുർആൻ. കഅബയെ പറ്റിയാ പറഞ്ഞത്, മുബാറക്കൻ, ബറക്കത്തുള്ളത്. ഇനി ഒരു നബി താമസിക്കുന്ന ഇടം, ഒരു നബി പാർക്കുന്ന ഇടം, ഒരു മഹാനായ സ്വാലിഹായ മനുഷ്യൻ ജീവിക്കുന്ന ഇടം, അതും ബറക്കത്താണ്. അങ്ങനെയുണ്ട്, അത് ബറക്കത്താണ്. കേട്ടോളൂ. അത് പ്രവാചകൻ താമസിക്കുന്ന ഇടം എന്ന് പറയുന്നത് ജീവനോടെ താമസിക്കുന്നതാവാം, അല്ലെങ്കിൽ ഖബറിൽ താമസിക്കുന്നതാവാം, രണ്ടും ആവാം. കേട്ടോളൂ. പുണ്യ നബിയുടെ ഒരു ദുആ, വഖുർ റബ്ബി ഔസിൽനി മുൻസലം മുബാറക. ഒരു ബറക്കത്തുള്ള ഇടത്തിൽ എന്നെ നീ പാർപ്പിക്കണേ അല്ലാ, എന്നെ ഇറക്കണേ. മഹാന്മാരായ നബിമാരൊക്കെ ഇങ്ങനെ ദ്വാരുന്നിട്ടുണ്ട്. ഇനി കേട്ടോളൂ. ഇത് ജീവനോടെ ഒരു പ്രവാചകൻ പോയി പാർക്കുന്ന ഇടം ബറക്കത്തെന്നാ പറഞ്ഞത്. ഇനി മരണപ്പെട്ടു പോയ മഹാന്മാരായ പ്രവാചകന്മാരെ മറവ് ചെയ്തിരിക്കുന്ന ഇടവും ബറക്കത്താണ്. എങ്ങനെ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. ബൈത്തുൽ മുഖദ്ദസിനെ പറഞ്ഞു, പരിസരം പറഞ്ഞു, ബാറക്നാ ഹൗല, അതിന്റെ ചുറ്റും നാം ബറക്കത്ത് ചെയ്തു എന്ന് ഇമാം റാസി രേഖപ്പെടുത്തി. ബി ഖുബൂരിൽ അംബിയാഇ, അംബിയാക്കളുടെ ഖബർ കൊണ്ട് ബറക്കത്ത്. അപ്പൊ പ്രവാചകന്മാരുടെ സങ്കേതം മുഴുവനും ബറക്കത്താണ്. പ്രവാചകന്മാരുടെ കുടുംബം ബറക്കത്താണ്. ഖാലത് യാ വൈലതാ أألد وأنا عجوز وهذا بعلي شيخا إن هذا لشيء عجيب قالوا أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت ഇന്നഹു ഹമീദും മജീദ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിൽ നടന്നൊരു സംഭവമാണിത്. സാറ റളിയല്ലാഹു അൻഹയോട് മലക്കുകൾ സംസാരിക്കാണ്. ഖാലു അതഅജബീന മിൻ അംരില്ലാഹ്. സാറ ബീവിയോട് മലക്കുകൾ സംസാരിക്കാം. ഓ സാറ ബീവിയെ, അതഅജബീന മിൻ അംരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനകളിൽ അവിടുന്ന് എന്തിനാ അത്ഭുതപ്പെടുന്നത്? റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും,
അവന്റെ റഹ്മത്തും ബറക്കത്തും നിങ്ങളിലുണ്ടല്ലോ. അവന്റെ റഹ്മത്തും ബറക്കത്തും നിങ്ങളിൽ ഉണ്ട്. അപ്പൊ നബി കുടുംബം ബറക്കത്ത, എല്ലാം ബറക്കത്താണ്. ബറാഅത്ത് രാവ് വരാൻ പോവല്ലേ? ബറാഅത്ത് രാവ് ഒരു ബറക്കത്തുള്ള രാവാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമീം വൽ കിതാബിൽ മുബീൻ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഇന്നാ കുന്നാ മുൻദിരീൻ. പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണം ഫീ ലൈലത്തിൻ മുബാറക, ബറക്കത്തുള്ള ഒരു രാത്രിയിലാണ്. അത് ഷഅബാൻ 15 രാവാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ സ്വഹാബത്തിന്റെ ഉദ്ധരണി പറയുന്നുണ്ട്. എല്ലാം ബറക്കത്താണ്. ഒലീവ് മരം ഒരു ബറക്കത്തുള്ള മരമാണ്. ഒലീവ് മരം ഒരു ബറക്കത്തുള്ള മരമാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർളി മസലു നൂരിഹി കമിസ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. അൽ മിസ്ബാഹു ഫീ സുജാജത്തിൻ സുജാജത്തു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ യുഖദു മിൻ ശജറത്തിൻ മുബാറക സൈതൂനത്തിൽ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. സൈത്ത് മരത്തെ കുറിച്ച് പറഞ്ഞത്, ഒലിവ് മരത്തെ കുറിച്ച് പറഞ്ഞത് യുഖദു മിൻ ശജറത്തിൻ മുബാറക എന്നാണ്. അല്ലാഹുവിന്റെ പ്രകാശത്തെ പറയാണ്. അവിടെ ഉദാഹരണമായി ഒലീവ് മരത്തെ കൊണ്ടുവരാണ്. അല്ലാഹുവിന്റെ പ്രകാശത്തെ ഉപമിക്കാൻ ഒലീവ് മരത്തെ തെരഞ്ഞെടുക്കൽ തന്നെ ആ മരം ബറക്കത്തുള്ളതാണെന്ന് അറിയിച്ചു. ഇനി പ്രത്യേകം പറഞ്ഞു മിൻ ഷജറത്തിൻ മുബാറക. അല്ലാഹു ബറക്കത്തിൽ ചേർക്കട്ടെ. റജബ് ബറക്കത്തിൻ്റെതാ. ബറക്കത്തില്ലാത്ത ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. എല്ലാം ബറക്കത്തുമായി ബന്ധപ്പെട്ടാ പറഞ്ഞിട്ടുള്ളത്. കേട്ടോളും, മഴവെള്ളം ബറക്കത്താണ്. മഴവെള്ളം ബറക്കത്താണ്. മഴവെള്ളം ബറക്കത്താണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ബറക്കത്ത് എന്നാണ്. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറകൻ ഫഅംബത്നാ ബിഹി ജന്നത്തിൻ വഹബ്ബൽ ഹസാദ്. ആകാശത്തു നിന്നും അല്ലാഹു ഇറക്കി തന്ന വെള്ളം മാഅൻ മുബാറകൻ, ബറക്കത്തുള്ള വെള്ളമാണ്. ഞാൻ പറയട്ടെ, മഴവെള്ളം ബറക്കത്തുള്ളതാ. എന്തെങ്കിലുമൊക്കെ വെള്ളം മന്ത്രിച്ചു കുടിക്കണം എന്നുണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്നും നേരെ ഈ മഴവെള്ളം പിടിക്കാം. അതായത് ഓടും പുറത്തുനിന്ന് ചാടാതെ, വാർക്കപ്പുറത്തുനിന്ന് ചാടാതെ, ഒലിച്ചിറങ്ങുന്നതല്ല, ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് വെള്ളം പിടിക്കണം. അതൊരു വാവട്ടം കൂടുതലുള്ള ഒരു പാത്രം എവിടെയെങ്കിലും വെച്ചാൽ മതി. ഒരു സ്റ്റൂളോ കസേരയോ ഇട്ടിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് നേരെ ചാടുന്ന വെള്ളം. എന്നിട്ടോ അതിൽ ഖുർആന്റെ ആയത്തുകൾ ഊതിയിട്ട് വല്ല രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മന്ത്രിച്ചു കുടിച്ചാൽ വലിയ ഫലമാണ്. മഴ പെയ്യുമ്പോൾ മഴവെള്ളം നേരെ പിടിക്കണം. എന്നിട്ടോ ആ മഴവെള്ളത്തിലേക്ക് നമ്മൾ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രത്യേകിച്ച് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും അതുപോലെ തന്നെ 100 വട്ടം ബിസ്മിയും ഓതി ഊതാ ആയത്തുൽ കുർസി ഓതാവുന്നതാണ്. ബഹുമാനപ്പെട്ട സൂറത്തുകളും ആയത്തുകളും എന്ന് നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ള മന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് ആയത്തുൽ കുർസി, ഫലഖ്, നാസ്, ഫാത്തിഹ, ഏറ്റവും ചുരുങ്ങിയത് അത്രയെങ്കിലും വേണം. ഫാത്തിഹ, ഫലഖ്, നാസ്, ഈ 3 സൂറത്തുകളും ആയത്തുൽ കുർസി എന്ന ഗംഭീര ആയത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്റും ഒരു എണ്ണം വെക്കാം. ബിസ്മിയുടെ എണ്ണം മിക്കവാറും 100 പറയാറ്. അതൊരു മഹത്തായ ദിക്റാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് ഈ മഴവെള്ളം നേരെ പിടിച്ചത്, അന്തരീക്ഷത്തിൽ നിന്ന് നേരെ പിടിച്ച വെള്ളം ബർക്കത്തുള്ള വെള്ളമാണെന്ന് ഖുർആനാണോ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞതാ വെള്ളം ബർക്കത്താണെന്ന്. അതിൽ ഓതി ഊതിയാൽ ഏത് രോഗവും മാറും. അത് മരുന്നായി ഒരു ചികിത്സയുടെ ഭാഗമായി നമുക്ക് ഉപയോഗിക്കാം. റജബിൽ എന്തേ ഇങ്ങനെ ഒരു അവസരമായിട്ട് ഉപയോഗിച്ചുകൂടെ? ബറക്കത്തിനെ കുറിച്ച് പഠിക്കാനും അറിയാനും റജബ് നമ്മെ നിർബന്ധിക്കാം. അപ്പൊ നമുക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി കേട്ടോളൂ, ഈ വെള്ളം ആകാശത്ത് നിന്നും ഇവിടെ ഇറങ്ങിയത് കൃഷിക്ക് ജന്മം കൊടുക്കാനാണ്. അത് ബറക്കത്താണ്. കൃഷി ബറക്കത്താണ്.
ഈ ഭൂമിയിലേക്ക് അള്ളാഹു 100 ബറക്കത്ത് ഇറക്കിയിട്ടുണ്ട്. അതിൽ 99 ബറക്കത്തും കൃഷിയിലാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 99 ബറക്കത്തും കൃഷിയിലാണ്. വആയത്തുൽ ലഹുമുൽ അർദുൽ മൈതത്തു അഹ്യൈനാഹാ വഖറജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ. ഈ ഭൂമിയിലേക്ക് അല്ലാഹു തആല വെള്ളമിറക്കി, എന്നിട്ട് ഉണങ്ങിക്കിടന്ന ശവഭൂമി, ശവതുല്യമായ ചത്തുകിടക്കുന്ന ഭൂമി അല്ലാഹു ബറക്കത്താക്കി. അതിൽ നിന്നും അല്ലാഹു മനുഷ്യർക്ക് ജീവിക്കാനുള്ളതായ എല്ലാ ജീവകാംശങ്ങളും അല്ലാഹു നൽകി. അങ്ങനെയുണ്ട്. ഫലൻദുരിൽ ഇൻസാനു ഇലാ തുആമി അന്നാ സബബനൽ മാഅ സബ്ബാ. എങ്ങനെയാ മഴ പെയ്യുന്നതെന്ന് ആലോചിക്കണേ. ബറക്കത്ത്. സുമ്മ ശഖഖനൽ അർള ശഖാ. മഴവെള്ളത്തെ ഭൂമിയിൽ സ്റ്റോർ ചെയ്യാൻ ഭൂമി അവൻ പിളർത്തി. അതിന്റെ ഇടയിൽ ഈ വെള്ളത്തെ സ്റ്റോർ ചെയ്തു. എന്നിട്ടോ ഭൂമിയിൽ ചെടികൾ മുളപ്പിച്ചു. കൃഷി അവൻ പരിപോഷിപ്പിച്ചു. കൃഷി അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാ. നബി മുഹമ്മദ് മുസ്തഫ. ബറക്കത്തുള്ള വെള്ളം, ബറക്കത്താണ് കൃഷി. ഇനി കേട്ടോളൂ, ഞാനൊരു അമല് പറയാം. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രമുഖമായ ഗ്രന്ഥമാണല്ലോ തുഹ്ഫ. ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുന്നു, ബാബു സകാത്തിൻ നബാത്ത്, ധാന്യങ്ങളുടെ സകാത്തിനെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. അരിയെ കുറിച്ച്, ചോറിനെ കുറിച്ച് പറയാണ്, നെല്ലിനെ കുറിച്ച് പറയാണ്. തുസന്നു വതുസന്നു സ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ അക്ലിഹി കുല്ലിഹി. അരിയാഹാരം കഴിക്കുമ്പോ, അരിയാഹാരം അതേതുമാകാം, അരി പൊടിച്ചതാവാം, അരി ഡയറക്റ്റ് വെച്ചതാവാം. അരിയാഹാരം കഴിക്കുമ്പോ ഒരാള് സ്വലാത്ത് ചൊല്ലല് സുന്നത്താ. എന്തുകൊണ്ട്? ലിഅന്നഹു ഖുലിഖ മിൻ നൂരിഹി ബിലാ വാസിത. പുണ്യനബിയുടെ പ്രകാശത്തിൽ നിന്നും നേരെ പടച്ചതാണ് അരിയാഹാരം. വകുല്ലു മാ നബത ഫിൽ അർദി ഫീഹി ദവാഉം വദാ. ഭൂമിയിൽ മുളച്ചുണ്ടായ മനുഷ്യൻ ഉപയോഗിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ രോഗവുമുണ്ട്, അതിന്റെ മരുന്നുമുണ്ട്. ഇല്ലല്ല റുസ്, അരി ആഹാരത്തിൽ അങ്ങനെയല്ല. ഫഇന്ന ഫീഹി ദവാഅൻ വലാ ദാഅ ഫീഹി. അരി ആഹാരത്തിൽ മരുന്ന് മാത്രമേ ഉള്ളൂ, അതിൽ രോഗമില്ല. എന്തുകൊണ്ട്? മുത്തുനബിയുടെ പ്രകാശ. അതുകൊണ്ട് അരിയാഹാരം കഴിക്കുമ്പോ നമ്മൾ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. ഇനി കേട്ടോളൂ, ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ എത്ര ബറക്കത്തുകളാണ്. അൻ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമിദി അവിടുത്തെ ജാമിഅയിൽ ഉദ്ധരിക്കുന്നുണ്ട്, ബറക്കത്തു തുആമി അൽ വളൂഉ ഖബ്ലഹു വൽ വളൂഉ ബഅദഹു. ഭക്ഷണം കഴിക്കുന്നതിന്റെ ബറക്കത്ത് കിട്ടാൻ 2 കൈയും വായും ആദ്യം കഴുകണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 കൈയും വായും കഴുകിയേ പറ്റും. ഒരു കൈ മാത്രമേ നനച്ചാൽ പറ്റും. 2 കൈയും വായും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴുകുകയും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വലത്തെ കൈ കൊണ്ട് മാത്രമേ കഴിച്ചുള്ളൂ, അടുത്ത കൈ തൊട്ടതേ ഇല്ല. എന്നാലും 2 കൈയും വായും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷവും കഴുകണം. അപ്പോഴാണ് ആ ഭക്ഷണം കൊണ്ട് ബറക്കത്ത് ഉണ്ടാകൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തുർമുദി ജാമിഅയിലെ ഹദീസ് പറയുന്നുണ്ട്. അവസാനിപ്പിക്കണം. മറ്റൊരു ഹദീസ് കൂടി കേട്ടോളൂ. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹി ഖാല റസൂലുള്ളാഹി ഫഇദാ ഫരിഗ ഫൽയൽഅഖ അസ്വാബിഅഹു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരലുകൾ ചപ്പി വലിക്കണം, പ്ലേറ്റ് തുടച്ച് കഴിക്കണം. എന്തുകൊണ്ട്? ഫൈനഹു ലാ യദ്രി ഫി അയ്യി തുആമിൻ ഫി അയ്യി തുആമിഹിൽ ബറക. അവനറിയില്ല ഈ ഭക്ഷണത്തിന്റെ ഏത് കഷ്ണത്തിലാണ്, ഏത് ശകലത്തിലാണ് ബറക്കത്ത് ഉള്ളത് എന്ന് സ്വഹീഹ് മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ബറക്കത്ത് ഭക്ഷണത്തിലും ഉണ്ട്. നോക്കിക്കോളൂ, അമ്പിയാക്കളുടെ അവയവങ്ങളുടെ ബറക്കത്ത്. മഹാനായ അയ്യൂബ് നബിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ചെലമുഴ ഒലിച്ചിറങ്ങുന്ന അവസ്ഥയിൽ പോലും ആ കാലുകളിൽ അള്ളാഹു ബറക്കത്തുണ്ടാക്കി. ബറക്കത്തിൽ ഇതൊരു കുറവില്ലായിരുന്നു എന്നതാണ് ഖുർആൻ പറയുന്നത്. ബറക്കത്ത് ഉൾക്കൊള്ളാൻ ഒരു നല്ല മനസ്സ് തന്നെ വേണം, അല്ലാതെ അത് ഹൃദയത്തിലേക്ക് കേറൂല. കേട്ടോളൂ, വദ്കുർ അബ്ദനാ അയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്വാൻ
ബിനുസ്ബിൻ വഅദാബ് ഉർകുദ് ബിരിജ്ലിക ഹാദാ മുഖ്തസലും ബാരിദും വശറാബ്. മഹാനവറുകളുടെ രോഗം ഭേദമാവാൻ അവിടുത്തെ ആ വ്രണം ബാധിച്ച കാലുകൊണ്ട് തന്നെ തട്ടി പുറപ്പെട്ടു വരുന്ന ഉറവയുടെ വെള്ളത്തിൽ, ആ കാല് സ്പർശിതമായ വെള്ളത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കുടിനീരും അദ്ദേഹത്തിന്റെ കുളിക്കാനുള്ള വെള്ളവും അള്ളാഹു സംവിധാനിച്ചു. അതുവഴി അദ്ദേഹത്തിന്റെ രോഗം അള്ളാഹു മാറ്റിയെന്ന ഖുർആൻ പറഞ്ഞു. അപ്പൊ നബിമാരുടെ ബർക്കത്ത് ഇത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും പറയാനുണ്ട്. ഞാൻ വേഗം അവസാനിപ്പിക്കാണ് ഇൻഷാ അല്ലാഹ്. നവമിഥുനങ്ങൾക്ക് വേണ്ടി ബർക്കത്തിന് വേണ്ടി ദുആയിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. അതെങ്ങനെ? അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റഫഅൽ ഇൻസാന ഇദാ തസവ്വജ, ഒരാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ, വിവാഹിതനാവാണെങ്കിൽ, ഖാല റസൂലുള്ളാഹി ദുആരക്കും ബാറകല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. അല്ലാഹു ബർക്കത്ത് തരട്ടെ, നിനക്കും നിന്റെ ഭാര്യക്കും അല്ലാഹു ബർക്കത്ത് തരട്ടെ എന്ന് ദുആയിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. തുർമുദി, അബൂദാവൂദ് ഒക്കെ ഹദീസ് പറയുന്നുണ്ട്. മറ്റൊരു ഹദീസ് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്നു. അംർ ഇബ്നു ശുഐബ് അൻ നബിഹി അൻ ജദ്ദിഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, ഇദാ തസവ്വജ അഹദുകും ഇംറഅതൻ ഫൽയഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ജബൽതഹാ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജബൽതഹാ അലൈഹി. കല്യാണം കഴിഞ്ഞാൽ ഭാര്യ ആദ്യം കാണുമ്പോൾ തലയിൽ കൈ വെച്ചിട്ട് ചൊല്ലേണ്ട ദിക്റാണിത്. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഇവളിലുള്ള ഖൈറുകൾ ചോദിക്കുന്നു. ഇവളെ സൃഷ്ടിച്ചപ്പോൾ നീ വെച്ച എല്ലാ ഖൈറും ഞാൻ ചോദിക്കാം, എനിക്ക് തരണോട്ടോ അല്ലാഹ്. ഞാൻ അവളുടെ കൂടെ ജീവിക്കേണ്ടത്. പടച്ചോനെ, ഇവളിൽ നീ വെച്ചിരിക്കുന്ന ശർറ് മുസീബത്തുകളൊക്കെ പടച്ചോനെ നീ അത് കാക്കണേ, അത് ഒഴിവാക്കി തരണേ, ഞാൻ അവളുടെ കൂടെ ജീവിക്കേണ്ടത്. ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ദുആയിലൂടെ കടന്നു വരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ബറക്കത്ത് എന്നത് അനിഷേധ്യമായ ഒരു അനുഭവമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പുണ്യമാക്കപ്പെട്ട റജബ് മാസം വന്നിട്ട് ഈ ബറക്കത്തിന്റെ സന്ദേശം നമ്മുടെ മുന്നിൽ പറയുമ്പോൾ നമ്മളതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിന് നമുക്കത് നേടാനുള്ളതായ പഠനങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. ബറക്കത്തിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം. ബറക്കത്തിനെ നിഷേധിക്കുന്ന പരിഷ്കർത്താക്കളും അതുപോലെ തന്നെ പുരോഗമന ചിന്താഗതിക്കാരൊക്കെ നമ്മുടെ പരിസരത്തുണ്ടാവും. അവരവരുടെ ഒഴുക്കി പൊട്ടി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ കബൂലാക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട്, അല്ലാഹു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഖൈർ നൽകുക അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാവിധ കണ്ണീർ സിഹറുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ, സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണേ അല്ലാ. മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളാ, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്ക് പരിപൂർണമായ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിശുദ്ധിയും നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകുക അല്ലാ, അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ, കച്ചവടത്തിൽ പുരോഗതി നൽകണേ അല്ലാ. പുണ്യ റജബിന്റെയും ശഅബാനിന്റെയും റമദാനിന്റെയും എല്ലാ ബറക്കാത്തിലും ഞങ്ങളെ ചേർക്കണേ അല്ലാ. പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അബദ്ധ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ, വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്കുക അല്ലാ. കടബാധ്യതകൾ, പലിശക്കണിയിൽപ്പെട്ടവർ, ലോണിൽ കുടുങ്ങിയവർ കരകയറ്റണേ റഹ്മാനേ, കരകയറ്റണേ അല്ലാ. ഹജ്ജ് ഉംറ സിയാറയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്, എളുപ്പത്തിലാക്ക് അല്ലാ, എളുപ്പത്തിലാക്കണേ റഹ്മാനെ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സുഗാറാ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.